എന്നാ പിന്നെ തുടങ്ങിയത് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ കൊല്ലത്തിൽ നിന്ന് ഞാൻ ഈ കൊല്ലത്തിലേക്ക് ആയില്ലോ. എന്നാ ഇനി ബാക്കി കലാപരിപാടിയും കൂടി കാണാം. എനിക്കിതിരി തടി വെച്ചതിന് ശേഷം ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതിനേക്കാളും പാട് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ ഒരു ഡ്രസ്സിൽ കംഫർട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ടാസ്ക്. പണ്ടൊക്കെ ആൾക്കാര് നീ തടി വെച്ചൂലോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നും എനിക്ക് ശരിക്കും തടി ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ. ഒരു തുണിയില്ലാത്ത സത്യം എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഈ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു വലിയ ഇൻസെക്യൂരിറ്റിയുടെ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വൃത്തിയുണ്ടോ, വൃത്തികേടാണോ, ഓവറാണോ, ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ തുടങ്ങി 100 ചോദ്യങ്ങളാണ് എന്റെ മനസ്സിലേക്കോടെ പോണേ. നമ്മുടെ ചുറ്റിൽ നിൽക്കണവര് നമ്മളോട് ചോദിക്കുന്നത് പറയുന്നതായ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് ഒരു മനുഷ്യന് എത്രത്തോളം കോൺഫിഡൻസ് കളയും അല്ലെങ്കിൽ ചേഞ്ച് വരുന്നൊക്കെ ഇവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നല്ലതൊന്നും പറയാ, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഇൻസെക്യൂരിറ്റി ആയിട്ട് നടന്ന ഡിബേറ്റിൽ ഞാൻ ജയിച്ചു എന്നാണ്. പിന്നെ അടുത്ത പ്രശ്നം ഇതാണ്, ഇനി ഞാൻ തന്നെ വന്നിട്ട് വേണം ഇതൊക്കെ എടുത്തു വെക്കാൻ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാട്ടാ. ബൈ.